സങ്കീർത്തനം 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെയാണ് ദുഷ്ടന്മാർ എന്ന് ദൈവവചനം വിവക്ഷിക്കുന്നത്. അവർ ദൈവവചനം വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആലോചനകൾ വചനവിരുദ്ധമായിരിക്കും. അങ്ങനെയുള്ളവരുടെ ആലോചന കേട്ട് അവരുമായി ചേർന്ന് നടക്കുന്നവർ തീർച്ചയായും പാപവഴികളിലേക്ക് നയിക്കപ്പെടും. പിന്നീട് പാപത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരനുഭവം അവർക്കുണ്ടാവും. അതിൻ്റെ അനന്തരഫലം അങ്ങനെയുള്ളവർക്കൊപ്പം ഇരുന്ന് ദൈവത്തെ പരിഹസിക്കുന്ന, നിരന്തരം അകൃത്യത്തിൽ മുഴുകുന്ന ഒരു കഠിന ഹൃദയത്തിന് അവർ ഉടമസ്ഥരായി തീരും എന്നതാണ്. എപ്പോഴും അവർ ദൈവഹിതത്തിന് വിരോധമായി നിലനിൽക്കുന്നതുകൊണ്ട് അവർ ദൈവകോപത്തിന് പാത്രങ്ങളായിത്തീരും. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ വചനം നിരന്തരം ശ്രദ്ധയോടെ ധ്യാനിക്കുന്നവർ തങ്ങളെ തന്നെ വചനവെളിച്ചത്തിൽ പരിശോധിക്കുകയും ഓരോ നിമിഷവും പാപവഴികളെ സൂക്ഷിച്ചൊഴിയുകയും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഫലം അതത് സമയം തന്മൂലം അവരിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും. അവരൊരിക്കലും വാടിപ്പോകയില്ല. കാരണം ദൈവം വളരെ ശ്രദ്ധയോടെ അവരെ ഒരിക്കലും വറ്റാത്ത ദൈവകൃപയ്ക്കുള്ളിലാണ് നട്ടിരിക്കുന്നത്. അവരുടെ ഉറവ നിരന്തരം ജീവൻ പകരുന്ന ദൈവവചനമാണ്. അതിൽ നിന്നും അവർ പോഷണം കൈക്കൊള്ളുകയും ദൈവാനുരൂപരായി വളർന്നു വർദ്ധിക്കുകയും ചെയ്യും. അനേകർക്ക് അവരൊരാശ്രയമായി തീരും. അവരുടെ തണലിൽ അനേകർ ആശ്വാസം കണ്ടെത്തും. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, നമുക്കും അതിന് തയ്യാറാകാം. ദൈവവചനത്തെ നമുക്ക് സ്നേഹിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാം. കലങ്ങി മറിയുന്ന ഈ ലോകത്ത് അനേകരെ ദൈവിക സമാധാനത്തിലേക്ക് നമുക്ക് നയിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.